ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളെ 2 ജില്ലകളിൽ LDC പരീക്ഷ നടക്കുകയാണ്. കൊല്ലം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും. നാളെ പരീക്ഷ നടക്കുന്ന സെൻറ്റേഴ്സിലേക്ക് അറിയിപ്പുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ സെൻറ്റേഴ്സിൽ നേരത്തെ എത്തണം. ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. അതുകൊണ്ട് നേരത്തെ എത്തണം. നേരത്തെ എത്തിയതിന് ശേഷം നോട്ടുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. പോകുമ്പോൾ എല്ലാ റെക്കോർഡ്സും കൈവശം ഉണ്ടായിരിക്കണം. കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും നേരത്തെ ഹാളിലെത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്. പരീക്ഷ 2 ജില്ലകളിലാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പരീക്ഷ എത്ര എളുപ്പമായാലും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അതാത് ജില്ലകളിൽ എടുക്കേണ്ട LD ക്ലർക്കുമാരെ എടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ കണ്ട് ആരും വിഷമിക്കരുത്. ചിലപ്പോൾ നല്ല എളുപ്പമായിരിക്കും, എന്നാലും ഒരു പക്ഷേ 1000 പേരാണ് എടുക്കുന്നതെങ്കിൽ 1000 പേരെ എടുക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും 1000 പേരാണ് എടുക്കുന്നതെങ്കിൽ 1000 പേരെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര പാടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവുമില്ല. പ്രശ്നമെന്ന് പറയുന്നത് ആ പരീക്ഷ എഴുതുന്ന സമയത്തെ നിങ്ങളുടെ മനസാന്നിധ്യമാണ്. പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് എഴുതാനായിട്ട് ഹാളിലോട്ട് കയറുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഞാൻ മാക്സിമം പഠിച്ചിട്ടാണ് പോകുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്യും. എനിക്ക് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് ബഹുഭൂരിപക്ഷം പേർക്കും അറിയാൻ സാധ്യതയില്ല. വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ പുറത്തിറങ്ങിയിട്ടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി ആരെടുത്തെങ്കിലും. അപ്പോൾ അവർക്കും അറിഞ്ഞൂടെയായിരിക്കും. അതുകൊണ്ട് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് വിട്ടുകളയുക. മാർക്ക് കൂടുതലോ കുറവോ എന്നുള്ളതല്ല, ആ സമയത്ത് മനസാന്നിധ്യമാണ് ഏറ്റവും പ്രശ്നം. ചിലപ്പോൾ ആദ്യത്തെ പേജിൽ നമുക്ക് അറിഞ്ഞൂടാത്ത 2-3 ക്വസ്റ്റ്യൻ കാണും, ഡൗണാവരുത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ സവിസ്തരമായി നോക്കുകയും ആ ക്വസ്റ്റ്യൻ പേപ്പർ ശരിയായി വായിച്ച് ഗ്രഹിച്ചാൽ തന്നെ 2 മാർക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടും. മറ്റൊന്ന്, ക്വസ്റ്റ്യൻ സമയത്തിനകത്ത് എഴുതി തീർക്കണം. കഴിഞ്ഞ ദിനം തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻസ് 40 മിനിറ്റിനകത്ത് എഴുതി തീർത്തു കുട്ടികൾ. ബാക്കി സമയം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ മാത്സ് ക്വസ്റ്റ്യൻ അവസാനം എഴുതാൻ ശ്രമിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിനെ ഓപ്ഷൻ കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. നമുക്ക് 2 ഓപ്ഷൻ അറിയാം. ആ 2 ഓപ്ഷൻസ് ഏത് ഭാഗത്താണ് വരുന്നത് ആ രീതിയിൽ ആ ഓപ്ഷൻസ് കട്ട് ചെയ്ത് എഴുതാനുള്ളൊരു ശ്രമം നടത്തുക. PSC എത്ര ശ്രമിച്ചാലും നമുക്ക് ഒരു യുക്തി പ്രയോഗിക്കാം അതിനകത്ത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ക്വസ്റ്റ്യൻസ് നോക്കണം. പുറത്തിറങ്ങിയിട്ട് എനിക്ക് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി ഞാനൊരെണ്ണം കണ്ടില്ല എന്ന് പറയരുത്. കാരണം നിങ്ങളുടെ ജീവിതമാണ് ആ സമയം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനും ഉത്തരം എഴുതാനും സമയം അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ചെയ്യേണ്ടത്. അറിയാവുന്ന ഉത്തരങ്ങളെല്ലാം മാക്സിമം എഴുതി കഴിഞ്ഞിട്ട് പേന മാറ്റി വയ്ക്കുക. നമ്മുടെ മുദ്രാവാക്യം നോ നെഗറ്റീവ് ആണ് നമ്മുടെ മുദ്രാവാക്യം. പഠിച്ച കുട്ടികൾക്ക് മിക്കവാറും ഉത്തരം തിളങ്ങാനാണ് സാധ്യത. എല്ലാ ക്വസ്റ്റ്യനും എല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ 100-ന് 100 എല്ലാവർക്കും കിട്ടണ്ടേ. അപ്പോൾ PSC ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് വരാം. മാക്സിമം എഴുതുന്നവർക്കാണ് ജോലി കിട്ടുന്നത്. ഒരു കാര്യം കൂടി എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, ഇതൊരൊറ്റ പരീക്ഷയേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹയസ്റ്റ് മാർക്ക് വാങ്ങിയാൽ നമുക്ക് ഈ ലിസ്റ്റിനകത്ത് പെടാം. പിന്നെ വേറെ കടമ്പകളില്ല. മറ്റേ പ്രാഥമിക പരീക്ഷ, പിന്നെ മെയിൻ പരീക്ഷ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ, അങ്ങനെയുള്ളതൊന്നും ഇതിനകത്ത് ഇല്ല. മെയിൻ പരീക്ഷ മാത്രമേ ഉള്ളൂ. ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളെല്ലാം വളരെ വൈദഗ്ധ്യമുള്ളവരായിരിക്കും. കാരണം നേരത്തെ പ്രാഥമിക പരീക്ഷയ്ക്ക് പഠിച്ചവർ, പല പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരൊക്കെ ആയിരിക്കും. നല്ല വൈദഗ്ധ്യമുള്ളവരായിരിക്കും. നമ്മുടെ സുഹൃത്തുക്കളും ഒട്ടും മോശമല്ല. നിങ്ങൾ നമ്മുടെ ചാനലിൽ പലരും എഴുതിയിട്ടുണ്ട് ഞങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ മാത്രം കാണുന്നവരാണെന്നും അതുകൊണ്ട് ഞങ്ങളെ ഒരു കാരണവശാലും സാറ് കൈവിടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ നെഗറ്റീവ് എഴുതൂല, ഉത്തരം തിളങ്ങും, ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതും. ആ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നെ ബുദ്ധിമുട്ടോ എളുപ്പമോ എന്നുള്ളിടത്തല്ല, അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതാണ് പ്രശ്നം. അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനറൽ കാൻഡിഡേറ്റ് 36 വയസ്സ് വരെ എഴുതാം.
മറ്റ് OBC വിഭാഗങ്ങൾക്ക് 39 വയസ്സ് വരെ എഴുതാം. അപ്പം നമുക്ക് സമയം ഉള്ളവർ ആ പരീക്ഷ എഴുതി പുറത്തിറങ്ങിയാൽ അപ്പം അടുത്ത പരീക്ഷയ്ക്ക് തുടങ്ങും. ആരും നിരാശപ്പെടാനോ അല്ലെങ്കിൽ പഠിത്തം നിർത്തിപ്പോകാനോ പാടില്ല. ഈ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ജോലി കിട്ടില്ലോ എന്ന് നമുക്കറിയാം. പക്ഷേ ഉത്സാഹിച്ചവർക്കും കഠിനമായി പ്രയത്നിച്ചവർക്കും മുഴുവൻ പേർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. സർക്കാർ ജോലി ഈ എഴുതുന്ന എല്ലാവർക്കും കിട്ടും എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 90,000 പേരെഴുതി. ഈ 90,000 പേർക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേ അതിൽ അരിച്ചു പറക്കി സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പഠനം നിരന്തരം നടത്തുന്നവർക്ക് ഒരു സർക്കാർ ജോലി കിട്ടുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്തണം. നാളെ പരീക്ഷ എഴുതുന്ന കൊല്ലം ജില്ലക്കാർക്കും കണ്ണൂർ ജില്ലക്കാർക്കും ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന മറ്റ് ജില്ലക്കാർക്കും അഡ്വാൻസായി ഞാൻ ആശംസ പറയുന്നു. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ കാണും നിങ്ങളുടെ മേശപ്പുറത്ത്. ഒന്ന് തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ കണ്ണൂർ ജില്ലയ്ക്കും കൊല്ലം ജില്ലയ്ക്കും കൂടി നാളെ നടത്തുന്ന പരീക്ഷയ്ക്ക് 2 ജില്ലയ്ക്കും 1 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ഓപ്ഷൻസ് നോക്കിയൊക്കെ റെഡിയാക്കി വയ്ക്കുമ്പോൾ അടുത്ത പരീക്ഷ വരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞങ്ങളുടെ ക്ലാസ് ലാസ്റ്റിലിട്ട ക്ലാസ് ധാരാളം കുട്ടികൾ കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇതേപോലുള്ള ക്ലാസ്സുകളുമായി നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.